മധ്യപൂർവേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്ന സിറിയൻ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരെയുള്ള സൈനിക നീക്കങ്ങളുടെ ചുമതല സിറിയ ഏറ്റെടുക്കണമെന്ന ട്രംപിന്റെ പ്രസ്താവനയാണ് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറഫ് പരസ്യമായി നിരാകരിച്ചിരിക്കുന്നത്. വാഷിംഗ്ടണും ദമാസ്കസും തമ്മിലുള്ള നയതന്ത്ര പോരാട്ടത്തിന്റെ പുതിയ മുഖമാണ് ഇതോടെ തുറക്കപ്പെട്ടിരിക്കുന്നത്. അൽ മഷ്ഹദ് മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറഫ് തന്റെ നിലപാട് അതീവ വ്യക്തതയോടെ ലോകത്തിനു മുന്നിൽ വെച്ചത്. ലെബനനിലെ നിലവിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണേണ്ടത് യുദ്ധത്തിലൂടെയോ നഗരങ്ങൾ ബോംബിട്ട് തകർത്തുകൊണ്ടോ അല്ലെന്ന് അദ്ദേഹം കടുത്ത ഭാഷയിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സൈനികമായ കടന്നുകയറ്റങ്ങൾ മേഖലയിലെ സമാധാനം തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന സിറിയയുടെ സന്ദേശമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി മറ്റൊരു യുദ്ധത്തിലേക്ക് സിറിയയെ തള്ളിവിടാൻ താൻ തയ്യാറല്ലെന്ന വ്യക്തമായ സൂചനയാണ് അഹമ്മദ് അൽ ഷറഫ് നൽകുന്നത്. വർഷങ്ങളായി ആഭ്യന്തര യുദ്ധവും സാമ്പത്തിക പ്രതിസന്ധികളും നേരിടുന്ന സിറിയയ്ക്ക് ഹിസ്ബുള്ളയെ പോലുള്ള ശക്തമായ ഒരു സായുധ സംഘടനയുമായി പുതിയൊരു സൈനിക പോരാട്ടത്തിന് മുതിരുന്നത് വലിയ ആത്മഹത്യാപരമായിരിക്കും എന്ന തിരിച്ചറിവ് ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട്. ലെബനനിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും സുരക്ഷാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണാൻ രാഷ്ട്രീയ ചർച്ചകൾ മാത്രമാണ് ഏക പോംവഴിയെന്ന് സിറിയൻ പ്രസിഡന്റ് അടിവരയിട്ട് പറയുന്നുണ്ട്. വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള തുറന്ന സംവാദങ്ങളിലൂടെ മാത്രമേ ലെബനന്റെ ആഭ്യന്തര സുസ്ഥിരത ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ദമാസ്കസിന്റെ ഔദ്യോഗിക നിലപാട്. ഇതോടൊപ്പം തന്നെ ലെബനനിലെ ഔദ്യോഗിക ഭരണകൂട സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അഹമ്മദ് അൽ ഷറഫ് സംസാരിക്കുകയുണ്ടായി. ലെബനന്റെ പരമാധികാരവും സൈനിക ഭരണ സംവിധാനങ്ങളും കൂടുതൽ ശക്തമായാൽ മാത്രമേ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ എന്നും അതിനായി പുറത്തുനിന്നുള്ള സൈനിക ഇടപെടലുകൾ ആവശ്യമില്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സിറിയയും ലെബനനും തമ്മിലുള്ള സാമ്പത്തിക സഹകരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ട സമയമാണിതെന്ന് സിറിയൻ പ്രസിഡന്റിന്റെ മറ്റൊരു പ്രധാന നിരീക്ഷണം. യുദ്ധത്തെക്കുറിച്ചല്ല, മറിച്ച് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ സാമ്പത്തിക പുരോഗതിയെയും അതിർത്തി കടന്നുള്ള വ്യാപാര സാധ്യതകളെയും കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് സിറിയയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു ശക്തമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ്. ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന സൈനിക ക്യാമ്പയിൻ ഉദ്ദേശിച്ച ഫലം കാണാത്തതിലുള്ള കടുത്ത നിരാശ ട്രംപ് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. ഇസ്രായേലിന്റെ നീക്കങ്ങൾ അതിർത്തി പ്രകടിപ്പിച്ച ട്രംപ് ലെബനനിലെ ഹിസ്ബുള്ള വിരുദ്ധ പോരാട്ടത്തിന്റെ ചുമതല സിറിയയ്ക്ക് കൈമാറാൻ താൻ ആലോചിക്കുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു. സിറിയയെ മുൻനിർത്തി മേഖലയിൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാമെന്ന വാഷിംഗ്ടന്റെ തന്ത്രപരമായ നീക്കമാണ് ഇതിലൂടെ പൊളിഞ്ഞിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ തന്ത്രപരമായ കണക്കുകൂട്ടലുകൾക്കാണ് സിറിയൻ പ്രസിഡന്റ് ഇപ്പോൾ കനത്ത പ്രഹരം ഏൽപ്പിച്ചു കഴിഞ്ഞത്. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ആടുവാൻ തങ്ങൾ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചതിലൂടെ തങ്ങളുടെ വിദേശ നയത്തിൽ സിറിയ പുലർത്തുന്ന സ്വതന്ത്രമായ നിലപാടാണ് വീണ്ടും തെളിയിക്കപ്പെടുന്നത്. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ ഒരു പുതിയ യുദ്ധമുഖം തുറക്കാൻ സിറിയ ഒട്ടും ആഗ്രഹിക്കുന്നില്ലെന്ന് ഈ പ്രതികരണത്തോടെ വ്യക്തമായി കഴിഞ്ഞു. മേഖലയിൽ നിലനിൽക്കുന്ന സങ്കീർണമായ സന്തുലിതാവസ്ഥ തകർക്കാൻ തങ്ങൾ കാരണമാകില്ലെന്ന ശക്തമായ സന്ദേശമാണ് ദമാസ്കസ് ലോകത്തിന് നൽകുന്നത്. സിറിയയും ഹിസ്ബുള്ളയും തമ്മിലുള്ള ചരിത്രപരവും രാഷ്ട്രീയപരവുമായ ബന്ധങ്ങളെ കൂടി മുൻനിർത്തി വേണം ഈ നിലപാടിനെ വിലയിരുത്താൻ. സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് സിറിയൻ ഭരണകൂടത്തെ സംരക്ഷിക്കുന്നതിൽ ഹിസ്ബുള്ള വലിയ പങ്കുവഹിച്ചിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹിസ്ബുള്ളക്കെതിരെ ഒരു യുദ്ധത്തിന് സിറിയ മുതിരുമെന്ന് കരുതുന്നത് തന്നെ രാഷ്ട്രീയ ബാലിശ്യമാണെന്നാണ് പറയപ്പെടുന്നത്. അമേരിക്ക വിരിച്ച നയതന്ത്ര കെണിയിൽ വീഴാൻ സിറിയൻ നേതൃത്വം തയ്യാറല്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് അഹമ്മദ് അൽ ഷറഫ് നടത്തിയ ഈ പരാമർശങ്ങൾ. മാത്രമല്ല, വേണ്ടി വന്നാൽ ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേലിനും അമേരിക്കയ്ക്കും പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം തങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കത്തെ വളരെ തന്ത്രപരമായി തന്നെ സിറിയ പ്രതിരോധിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കേറ്റ കനത്ത നയതന്ത്ര തിരിച്ചടിയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഈ സംഭവത്തെ വിലയിരുത്തുന്നത്. അറബ് ലോകത്തെ രാജ്യങ്ങളെ സ്വാധീനിച്ച് തങ്ങളുടെ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കാമെന്ന ട്രംപിന്റെ കടുംപിടുത്തത്തിന് കനത്ത ആഘാതമാണ് സിറിയൻ പ്രസിഡന്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സൈനികമായ ഇടപെടലുകളേക്കാൾ നയതന്ത്ര ചർച്ചകൾക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്ന് വ്യക്തമാക്കിയതിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ സിറിയയുടെ പ്രതിച്ഛായ വർദ്ധിക്കാൻ അഹമ്മദ് അൽ ഷറഫിന് സാധിച്ചിട്ടുണ്ട്. ഒരു യുദ്ധക്കൊതിക്കെതിരെയുള്ള രാജ്യമല്ല തങ്ങളെന്നും മേഖലയുടെ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും തെളിയിക്കാൻ സിറിയ ഈ അവസരം വിനിയോഗിച്ചു. ഈ പ്രസ്താവന പുറത്തു വന്നതോടെ വാഷിംഗ്ടണും ടെൽ-അവീവും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഹിസ്ബുള്ളക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ മറ്റൊരു പ്രാദേശിക ശക്തിയെ കണ്ടെത്തുക എന്ന അമേരിക്കയുടെ ലക്ഷ്യം ഇതോടെ പാളിയമട്ടാണ്.
അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടുന്ന സഖ്യത്തിന് മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൂടിയാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. പശ്ചിമേഷ്യയിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവിടുത്തെ രാജ്യങ്ങളാണെന്ന ശക്തമായ പ്രാദേശിക വികാരം കൂടിയാണ് സിറിയൻ പ്രസിഡന്റ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ലെബനൻ പ്രതിസന്ധിയിൽ സിറിയ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് കൂടുതൽ നിർണായകമാകും. ട്രംപിന്റെ പ്രസ്താവന തള്ളിയെങ്കിലും ലെബനനിലെ രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാൻ സിറിയയുടെ ഭാഗത്തുനിന്ന് മറ്റ് എന്ത് നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അഹമ്മദ് അൽ ഷറഫ് നടത്തിയ ഈ പരാമർശം ഇസ്രായേലിന്റെ വരാനിരിക്കുന്ന സൈനിക തന്ത്രങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. സിറിയയുടെ പിന്തുണയോടെ ഹിസ്ബുള്ളയെ ഒതുക്കാമെന്ന നയതന്ത്ര നീക്കം പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രായേലിന് തങ്ങളുടെ തനത് സൈനിക ശേഷിയെ മാത്രം ആശ്രയിക്കേണ്ടി വരും. മേഖലയിലെ പ്രമുഖ ശക്തികളായ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ സിറിയയുടെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ അധിനിവേശ താൽപ്പര്യങ്ങൾക്കെതിരെയുള്ള പശ്ചിമേഷ്യൻ കൂട്ടായ്മയ്ക്ക് ഈ നിലപാട് കൂടുതൽ കരുത്ത് പകരും എന്നതിൽ സംശയമില്ല. ഡൊണാൾഡ് ട്രംപിന്റെ പരിക്കൻ നയതന്ത്രത്തിന് പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിച്ച ഏറ്റവും ശക്തമായ മറുപടിയാണ് സിറിയൻ പ്രസിഡന്റിന്റെ ഈ വാക്കുകൾ. യുദ്ധത്തിന്റെ പാത വെടിഞ്ഞ് നയതന്ത്രത്തിന്റെയും ചർച്ചകളുടെയും പാതയാണ് സിറിയ തിരഞ്ഞെടുക്കുന്നത് എന്ന പ്രഖ്യാപനം മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ വലിയ രീതിയിൽ മാറ്റിമറിക്കാൻ പോകുന്നതാണ്.